ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധന ഓ യേശുവേ. ആരാധന ഓ യേശുവേ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെ, യാത്ര ചെയ്യുന്ന ഇടങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് എന്നെ സമീപിക്കുന്ന വ്യക്തികൾക്ക് അങ്ങേ പ്രകാശം പകർന്നു നൽകുവാൻ വേണ്ട എല്ലാ കൃപകളും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഒരു സാക്ഷിയാക്കി ഞങ്ങളുടെ ഓരോരുത്തരെയും മാറ്റണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ അങ്ങേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുപോലെ ഞങ്ങളെയും അവിടുത്തെ പ്രകാശം വഹിക്കുന്ന വ്യക്തികളാക്കി മാറ്റണമേ. സ്നാപകയോഹന്നാൻ പിതാവായ ദൈവം പകർന്നു നൽകിയ പ്രകാശം ഈ ലോകത്തിലേക്ക് പകർന്നു നൽകിയതുപോലെ അങ്ങിൽ നിന്ന് പൂർണ്ണമായി പ്രകാശം സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നവരാക്കി മാറ്റുവാൻ, നിരാശയിൽ കഴിയുന്ന വ്യക്തികൾക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ, ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, ഒറ്റപ്പെട്ടു പോയ വ്യക്തികൾക്ക് സ്വാന്തനമാകുവാൻ, അവരുടെ കൂടെ ഞാനുണ്ട് എന്ന് പറയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ട എല്ലാ കൃപകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഈശോയെ, പിതാവായ ദൈവം അങ്ങേ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ അങ്ങേക്ക് ചെയ്യുവാൻ സാധിച്ചു. അങ്ങൊരിക്കലും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ശ്രമിച്ചില്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം മാത്രമായിരുന്നു അങ്ങയുടെ ജീവിതത്തിലൂടെ നിറവേറ്റിയത്. കർത്താവേ, ആ ഒരു കൃപ ഞങ്ങളും യാചിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറുവാൻ
ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. കർത്താവേ, അങ്ങ് നൽകിയ ആ സ്ഥാനത്തിൻ്റെ യോഗ്യത അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പലപ്പോഴും അങ്ങ് നിന്ന് അകന്നു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങ് പകർന്നു നൽകിയ പ്രകാശം മറ്റുള്ളവർക്ക് പകർത്താതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ച നിമിഷങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ ഈ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ ഏകജാതൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരപ്പമായിട്ട് നീ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് ദിവ്യകാന്യമായി നീ എഴുന്നള്ളി വന്നു. ആ ദിവ്യകാന്യത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ആകുലതകളെ, ഞങ്ങളുടെ വിഷമതകളെ എല്ലാം ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വരമേൽപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെ നേരായ വഴിയിലൂടെ ചരിക്കുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ദിവസത്തെ അങ്ങ് വിശദീകരിക്കണമേ. ഈ ദിവസം അങ്ങേക്ക് എന്താണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ദിവ്യകാന്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അതെല്ലാം അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിവർത്തിച്ച് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും നിമിഷം ഓർക്കാം. അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ചെറിയൊരു ഗാനത്തിലൂടെ ഈ നിമിഷം നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. അവിടുത്തെ സാക്ഷികളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.